ശരീരത്തിന്റെ ശക്തി, ഇന്ദ്രിയങ്ങളുടെ ശക്തി, അതിൽ തന്നെ നാവിന്റെ ശക്തി, മനസ്സിന്റെ ശക്തി, ബുദ്ധിയുടെ ശക്തി, ഇങ്ങനെ വ്യത്യസ്ത ഉപാധികളുടെ ശക്തി എടുത്താൽ ഒരാൾക്ക് കൂടുതലെന്നോ കുറവെന്നോ പറയാൻ പറ്റില്ല. ചിലതിൽ കൂടുതലുണ്ടാവും, ചിലതിൽ കുറവുണ്ടാവും. ഇപ്പൊ ശരീരഘടന നോക്കിക്കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിന്റെ ശക്തി പ്രായേണ പുരുഷന്മാർക്കാണ് കൂടുതൽ. പ്രായേണ എന്ന വാക്ക് ചേർത്തിട്ടുണ്ട്, കാരണം പരിശീലനം കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നിരന്തരമായി പരിശീലിച്ച് സ്ത്രീകൾ വളരെ വലിയ പ്രവർത്തനം ചെയ്യുന്നത് നമുക്ക് കാണാം. വലിയ കായിക ശക്തി സ്ത്രീകൾക്കാണ് കാണുന്നത്. അതൊക്കെ അഭ്യാസം കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആരും മോശക്കാരല്ല. സ്ത്രീകൾ ശക്തി കുറവാന്ന് ആരും വിചാരിക്കരുത്. പ്രോട്ടോകോൾ അനുസരിച്ച് ആരാ ഒന്നാം സ്ഥാനം? പ്രധാനമന്ത്രിയാണോ? അല്ല, രാഷ്ട്രപതി, പ്രസിഡന്റ് സ്ത്രീയാണ്. ലോക രാജ്യങ്ങളിൽ ഭാരതം സാമ്പത്തികമായി കുതിച്ച് കയറുകയാണ്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ? സ്ത്രീയാണ്. പരസ്പരം സഹകരിച്ച് നമ്മൾ ഒന്നാണെന്ന ഭാവേന ജീവിച്ചാൽ കോംപ്ലിമെന്റ് ചെയ്യാം. കോമ്പറ്റീഷൻ അല്ല വേണ്ടത്, കോംപ്ലിമെന്റ് ചെയ്യാം. നമ്മളെ ചൊറിയാൻ വന്ന പാകിസ്ഥാന്റെ ലക്ഷ്യം ഭേദിച്ചു. ഒരൊറ്റ സിവിലിയനെയും കൊല്ലാതെ തീവ്രവാദികളെ ഭസ്മമാക്കി. ലോകം മുഴുവൻ അത്ഭുതത്തോടു കൂടി നോക്കി ഭാരതത്തെ. അതിനെ ലോകത്തിന് മുമ്പിൽ അനൗൺസ് ചെയ്തത് ആരായിരുന്നു? 2 പുരുഷന്മാരായിരുന്നു. ആണോ? അല്ല, 2 സ്ത്രീകളായിരുന്നു. എന്തിനാ സ്ത്രീക്ക് ശക്തിയില്ല പറഞ്ഞിരിക്കുന്നത്? ഫെമിനിസവും വേണ്ട, മാസ്കുലിനിസവും വേണ്ട, ഹ്യൂമാനിസം മതി. അതിലാവട്ടെ നമ്മുടെ കാഴ്ചപ്പാട്.